കാട്ടിലുള്ള ആനകളൊക്കെ തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ്. ഈ ചൂട് കൂടിയത് കൊണ്ടാണോ ഇനി തെരഞ്ഞെടുപ്പ് കാലം നേരിട്ട് കാണാനാണോ എന്നറിയില്ല. ഇപ്പോൾ പടയപ്പയും ചക്കക്കൊമ്പനും വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി എന്നുള്ള വാർത്ത വരികയാണ്. ഇന്ന് രാവിലെ തന്നെ ചക്കക്കൊമ്പൻ ഇടുക്കിയിലെ ചിങ്ക് കണ്ടത്ത് വീട് തകർക്കാൻ ശ്രമിച്ചു. മൂന്നാറിലെ ദേവികുളത്തെത്തിയ പടയപ്പ ലയങ്ങളോട് ചേർന്നുള്ള കൃഷിയൊക്കെ നശിപ്പിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ക്രീനിൽ ഇപ്പോൾ കാണാം. ശരിക്കും രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. ജനവാസ മേഖലയിലേക്ക് ഈ ചക്കക്കൊമ്പനും പടയപ്പയും ഒക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങോട്ട് പോകുമെന്നാണ് കരുതേണ്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ്? കാരണം അവർക്ക് തന്നെ പൊറുതിമുട്ടി കാണും ഈ കൊമ്പന്മാരെ കൊണ്ട്. എസ്കെൻ, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം സർക്കാർ കൊടുത്തിട്ടുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ ജാഗ്രത പാലിക്കുന്നുണ്ട്. പക്ഷേ ആനയാണ്, എന്ത് കേൾക്കാനാണ്? ആനയ്ക്ക് ഈ ഇലക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പുലർച്ചെ 4 മണിയോടുകൂടി സിങ്ക് കണ്ടത്ത് ചക്കക്കൊമ്പനാണ് എത്തിയത്. മനോജ് എന്ന് പറയുന്ന ആളുടെ വീടിന് നേരെ ആക്രമണം നടത്തി. വീട് ഭാഗികമായി തകരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ചക്കക്കൊമ്പൻ കഴിഞ്ഞ ഒരാഴ്ചയായി സിങ്ക് കണ്ട മേഖലയിൽ ാണുള്ളത്. വനംവകുപ്പ് വാച്ചർമാർ നിരീക്ഷിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിൽ ഈ ആന ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയപ്പോൾ വനംവകുപ്പ് വാച്ചർമാർ എവിടെയായിരുന്നു എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആന പുലർച്ചയോടുകൂടി തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. സിംഗകണ്ഠ ഭാഗത്ത് തന്നെയുണ്ട്, കാട്ടിലേക്കൊന്നും അല്ല കയറിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് മൂന്നാർ ദേവികുളം മിഡിൽ ഡിവിഷനിൽ പടയപ്പ ഇറങ്ങിയത്. പടയപ്പ നമുക്കറിയാം മൂന്നാറിലെ പ്രമുഖനായ ആനയാണ്. അതിങ്ങനെ കാട് കയറാൻ കൂട്ടാക്കാതെ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. പുലർച്ചയോടുകൂടിയും ലയങ്ങളുടെ അടുത്തെത്തിയ ആന വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചിരുന്നു. ആനയ്ക്ക് വേണ്ടി, ഈ പടയപ്പയ്ക്ക് വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ പടയപ്പയുടെ കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം പടയപ്പയെ വനത്തിലേക്ക് തുരത്താനോ പിടിച്ചു മാറ്റാനോ കഴിയില്ല എന്നുള്ളത് വനംവകുപ്പ് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവരെന്തായാലും ആനയെ രാവിലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് തുരത്തിയിട്ടുണ്ട്. മൂന്നാർ മേഖലയിൽ ഉൾവനം ഇല്ലാത്തതുകൊണ്ട് വനത്തിലേക്ക് തുരത്താൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്തായാലും ആനശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഹൈറേഞ്ച് മേഖല എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ വിവരങ്ങൾ നൽകിയത്. ചക്കക്കൊമ്പനും പടയപ്പയും ഒക്കെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്നു എന്നതാണ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.